അതുപോലെ തന്നെ ഇസ്രയേലും ഉണ്ടല്ലോ. ഇസ്രയേലുണ്ട്. വെസ്റ്റേൺ ഭാഗത്ത് നിൽക്കുന്ന ഇസ്രയേലിനകത്ത് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ചെയർമാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറാൻ ഒരിക്കലും അതിലോട്ട് പോയിട്ടില്ല, അത്രമാത്രം അതിന് തെളിവുകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ NPT നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിൽ ഇസ്രയേലും ഭാഗമല്ല, അതിനകത്ത് ഇത് അവർക്ക് ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ട് പോലുമില്ല. ഇല്ല, മാത്രമല്ല അവർ 60ഓളം ബോംബുകൾ കയ്യിലുണ്ടെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. ഇത്രയും ബോംബുകൾ ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അവർ ഈ ബോംബുണ്ടെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നതെന്ന് അവർ പറയുന്നത്. പക്ഷേ ആ ഒരു പോസിബിലിറ്റി അല്ല എന്നുള്ളത് നമുക്ക് ഒരു ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ഈ പറയുന്ന ചെറുത്തുനിൽപ്പ് സമരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത് പല രീതിയിൽ കാണേണ്ടി വരും. ഈ പറയുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന കുരിശ് യുദ്ധങ്ങൾ തുടങ്ങിയിട്ട്, ഈ പറയുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള കുരിശ് യുദ്ധം തുടങ്ങിയിട്ട് അതിൻ്റെ ഭാഗമായി തുടർച്ചയായിട്ടുള്ള ഈ ഓട്ടോമൻ എംപയറിൻ്റെ വീഴ്ചയും അതിനുശേഷം ബ്രിട്ടീഷ് എംപയർ വന്ന് കയറുന്നതും ആ ഭാഗം പലസ്തീൻ ഭാഗമൊക്കെ ഡിവൈഡ് ചെയ്തതും, സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോൾ ഈ ഹോളോകോസ്റ്റ് ഉണ്ടായ ജ്യൂസിനെ എല്ലാം പല സ്ഥലത്തിലേക്ക് അവർ ഈ പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഗ്യാസ് ചേമ്പറുകളിട്ട് കൊല്ലുന്നതും, അവർക്ക് സ്ഥലമില്ലാതാവുന്നതും, അങ്ങനെ സ്ഥലം വേണമെന്നുള്ള മുറവിളി ഭയങ്കരമായി ശക്തമായതിൻ്റെ ഭാഗമായി ഈ പാലസ്തീൻ്റെ ഇടയ്ക്ക് ചുറ്റും ഈ പറയുന്ന ബാക്കി എല്ലാ രാജ്യങ്ങളും, അപ്പോൾ ചരിത്രപരമായിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ ബാക്കി ഈ ഒരു അവസ്ഥയിൽ, ആ സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്ന അവസ്ഥയിൽ നോക്കുമ്പോൾ അവിടെ ഈ ഇസ്ലാം ഭരണകൂടമാണ് അത്രയും നാളെ അവിടെ ഭരിച്ചിരുന്നത്, ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതല്ലാതെ ഒരു വിഭാഗത്തെ കൊണ്ടുവരികയും അവിടെ രാജ്യം സ്ഥാപിക്കുകയും അത് ചെയ്തതോടുകൂടി തന്നെ തുടർച്ചയായ യുദ്ധത്തിന്റെ സംഭവമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടെ അവിടെ വീതിച്ചെടുക്കുകയായിരുന്നല്ലോ സത്യത്തിൽ. അപ്പോൾ ലിബിയ, ലെബനൻ ഉൾപ്പെടെ ഫ്രാൻസും പാലസ്തീൻ, ഇസ്രായേൽ ഉൾപ്പെടെ ചരിത്രപരമായിട്ട് എങ്ങനെയാണ്. പക്ഷേ ഒരു വെസ്റ്റേൺ ഫുട്ടേജ് ആയിട്ടാണ് അവരവിടെ കണ്ടിരുന്നത്, ഫുട്ടേജ് ആയിട്ട് തന്നെ കണ്ടത്. അപ്പോൾ അന്ന് മുതൽ തന്നെ വാസ്തവത്തിൽ ഇതിന്റെ ഒരു വിത്തുകൾ, ഈ പറയുന്ന ടെററിസ്റ്റ്, ഈ പറയുന്ന ഇസ്ലാമിക് ടെററിസ്റ്റിന്റെ വിത്തുകളാണെങ്കിൽ അന്ന് മുതൽ തന്നെ അവിടെ പായി കഴിഞ്ഞു. ഇതിന്റെ പല യുദ്ധങ്ങളുടെ ഭാഗമായിട്ടും വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രയേലും കൂടെ പ്ലാൻ ചെയ്യുന്നതാണ് പല ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ. ഐസിസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സിറിയയിൽ അവർ ചെയ്യുന്നതാണ്. അഫ്ഗാനിൽ 78-80കളിലെ മുജാഹിദ് മുതൽ തുടങ്ങുന്നതാണ്. റഷ്യക്കെതിരെ തുടങ്ങുന്നതാണ്. ഈ പറയുന്ന ഇറാഖിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ബിൻ ലാദന്റെ ഭാഗമാണ്. ഇവരെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ ഹമാസ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇസ്രയേലി അവിടുത്തെ യാസർ അരാഫത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിനെ മറച്ചിടാൻ വേണ്ടിയിട്ട് തീവ്രവാദപരമായ നിലപാടെടുക്കുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നതും ഇസ്രയേലാണ്. അപ്പോൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ മുഴുവൻ ഒരു സമയത്ത്, ഒരു ക്രിട്ടിക്കൽ സമയത്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയും അത് കഴിഞ്ഞിട്ട് ആ ആവശ്യങ്ങൾ ഇല്ലാതാവുമ്പോൾ അവർ പലപ്പോഴും ഒക്കെ സ്വതന്ത്രരായിട്ട് സ്വാഭാവികമായിട്ടും അവരുടെ ലീനിയൻസ് അനുസരിച്ച് ഈ പറയുന്ന കുരിശുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അതേ പ്ലോട്ടിലേക്ക് അവർ ഈ പറയുന്ന വെസ്റ്റ് വേഴ്സസ് ഈ പറയുന്ന ഈസ്റ്റ് എന്നോ അല്ലെങ്കിൽ നോർത്ത് വേഴ്സസ് സൗത്ത് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് അങ്ങ് മാറിപ്പോവാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റിൻ, ഒമാൻ, ഇവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ കൃത്യമായിട്ടും അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, സംശയമൊന്നുമില്ല. എല്ലാവരുടെയും ബേസ് അവിടെ ഉണ്ട്. ബേസ് ഇല്ലാതിരിക്കുന്നത് വാസ്തവത്തിൽ ഇറാനിൽ മാത്രമാണ്. ഇറാഖിലും ഉണ്ട്. അവരുടെ ഗവൺമെൻറ്റാണ് നടക്കുന്നത് തന്നെ. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ, ഈ പറയുന്ന രാജ്യങ്ങളിൽ, ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും ഗസയിൽ ഇത് നടന്നപ്പോൾ എടുത്ത നിലപാട് നമുക്കറിയാം. ഒരു വശത്ത് അവരെ ബ്രദേഴ്സ് എന്ന് വിളിക്കുകയും അതേസമയം അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇസ്രയേലിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ആയുധങ്ങൾ കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വെയർ ഹൗസ് അടക്കം ഉണ്ടാക്കി അത് കടത്തി കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുകയും ഓയിൽ, അതിൻ്റെ ഇന്ധനം മുഴുവൻ നൽകുന്നവരാണ്. ഇസ്രയേലിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഇന്ധനം നൽകുന്നവരാണ്. ഈ ലോക ഈ പറഞ്ഞ UN ഇതിനെ ഒരു ജനോസൈഡാണ് പ്രഖ്യാപിച്ച ശേഷം 50 രാജ്യങ്ങളാണ് വാസ്തവത്തിൽ അവർ ഇസ്രയേലിനെ സഹായിക്കുന്നത്. ഈ 50 രാജ്യങ്ങളിൽ ഈ 5 രാജ്യങ്ങൾ മുഴുവൻ എല്ലാ സമയവും ഉണ്ടായിരുന്നു.
ഇന്ത്യ ഉൾപ്പെടെ സഹായിച്ചിട്ടുണ്ട്, ഇസ്രയേൽ സഹായിച്ചിട്ടുണ്ട് ഈ ജനോസൈഡ് നടത്തുന്നതിന്. ഒരു വശത്ത് അവർ ബ്രദേഴ്സ് എന്ന് പറയുക, മറുവശത്ത് ആ ബ്രദേഴ്സിനെ ഒരു ബ്രദേഴ്സ് ജിനോസൈഡിന് വിധേയമാകുമ്പോൾ അതിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിന് തുരങ്കം വെക്കുക, ഇസ്രായേലിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുകയും പലസ്തീനുള്ള സഹായങ്ങൾ ചെയ്യാൻ നേരത്തെ കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ആണ്. അപ്പൊ അതിനകത്ത് ആകെ കൂടെ ഒരു ഗസയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പാലസ്തീന്റെ ഭാഗത്ത് നിന്ന് ചെറുത്തുനിൽപ്പിന്റെ, അതായത് പറ്റത്തില്ലെന്നോ ഇല്ലെങ്കിൽ ഇത് ഒരു ഇസ്ലാമിക് ലോകം എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഒന്ന് ഇറാനാണ്, പിന്നെ ഹിസ്ബുള്ള ലെബനാൻ, പിന്നെ ഹൂത്തികൾ, ഇവരാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്കെതിരെയുള്ള പറഞ്ഞ ആക്രമണം അന്ന് മുതലേ ഇവരെല്ലാം തീവ്രവാദികളാണ്. സിറിയയിലും ഇപ്പൊ ജൊലാനി ഉൾപ്പെടെ പണ്ട് തലയ്ക്ക് വില പറഞ്ഞ തീവ്രവാദി ഇപ്പോൾ അമേരിക്കയുടെ ആളായപ്പോൾ സ്വന്തം അയാളൊരു ജനാധിപത്യവാദിയും. അപ്പൊ ഈ തീവ്രവാദി എന്ന് പറയുന്ന ഒരു നറേറ്റീവ് എപ്പോഴും ഒരു വെസ്റ്റേൺ മീഡിയയുടെ ബിൽഡാണ്. അവർക്ക് അനുഭവിതരാകുമ്പോൾ അവരെല്ലാം തീവ്രവാദികൾ വിളിക്കുകയും അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുമ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ പോലും അവരത് അങ്ങനെ വിളിക്കുന്നില്ല. സ്ഥിരമായ ഒരു തീവ്രവാദി പട്ടമില്ല. വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ ആരോപണവും ഈ തീവ്രവാദികളായത് കൊണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കുന്നു, ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇറാൻ എന്ന് പറയുന്ന വാദവും ശരിയല്ല. മാത്രമല്ല ഇനി ഇറാൻ ഇല്ലാതായാൽ പോലും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സോ ഈ രണ്ട് പ്രധാനപ്പെട്ട, പിന്നെ ഡെമോക്രറ്റൈസേഷൻ, ഒരു രാജ്യത്തെ ഡെമോക്രറ്റൈസേഷന് വേണ്ടിയിട്ടെന്നുള്ള അടുത്ത ഒരു ആരോപണം, ഒരു വലിയൊരു സംഭവം, അതായത് റെജീം ചേഞ്ച്. അവിടെ മുമ്പത്തെ ഇറാൻ ഭരണകൂടം വളരെ ഈ ഖൊമൈനിക്ക് മുമ്പുണ്ടായിരുന്ന ഭരണകൂടം വളരെ ലിബറലായിരുന്നു. അന്ന് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഡെമോക്രസി ഉണ്ടായിരുന്നു. ആ ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു സോവറിൻ രാജ്യത്തിന് പുറത്തുള്ള ആ രാജ്യത്ത് നിന്ന് നടക്കണമെന്നുള്ള, തീർച്ചയായിട്ടും നമുക്കൊക്കെ ഏതൊരു ഒരു പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഡെമോക്രസിയിലേക്ക് പോകണമെന്നും എല്ലാ ജനങ്ങൾക്കും അധികാരത്തിൻ്റെ ഭാഗമാകണമെന്നും ഉള്ള താല്പര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് അടിച്ചേൽപ്പിക്കാനായിട്ട് കഴിയുമോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ. ഒരു രാജ്യത്ത് പോയിട്ട് ഡെമോക്രസി അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ? ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഡെമോക്രസി ബെറ്ററായിട്ട് അവരുടെ ഒരു എന്താ പറയുക ഇൻഫൈറ്റാണ്. അവിടെ നിന്നുള്ള ആഭ്യന്തരമായിട്ടുള്ള സമരങ്ങൾ വെച്ചുകൊണ്ടാണ് അവരിത് നടത്തേണ്ടത്, അല്ലാതെ പുറത്തുനിന്ന് വന്നതല്ല നടത്തേണ്ടത് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന് പുറത്തുള്ള സോവറിറ്റിക്ക് പുറത്തുള്ള കടന്നുകയറ്റവും ഡെമോക്രസി സ്ഥാപിക്കലും രണ്ടാണ്. സോവറിറ്റി ഈ പറയുന്ന ഏത് രാജ്യവും റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണെന്നുള്ള UN ചാർട്ടറുണ്ട്. അതിനകത്ത് നടക്കേണ്ട ഡെമോക്രാറ്റിക് ചേഞ്ച് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇത് അവർക്ക് പറയാൻ അവരുടെ കൂട്ടുകാരുണ്ടല്ലോ. അമേരിക്കയുടെ കൂട്ടുകാരായിട്ടുള്ള സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് ഡെമോക്രസി സ്ഥാപിക്കുന്നില്ല? അവർ പറഞ്ഞാൽ പോലെ ഈ പറയുന്ന അടിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. UAE സ്ഥാപിക്കുന്നില്ല, ഒമാനിൽ സ്ഥാപിക്കുന്നില്ല, ഈ പറയുന്ന ഒരു രാജ്യത്തും ഈ പറഞ്ഞ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. റഷ്യയിൽ സ്ഥാപിക്കുന്നില്ല, റഷ്യൻ ഡെമോക്രസിയാണ് നടക്കുന്നത്, ചൈനയിൽ ഡെമോക്രസിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ, നോർത്ത് കൊറിയയിൽ ഡെമോക്രസി നടക്കുന്നത്. ഡെമോക്രസി നടക്കാത്ത ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല അമേരിക്കയിൽ തന്നെ നടക്കുന്നത് ഡെമോക്രസിയാണെന്നുള്ള ചോദ്യം വാസ്തവത്തിൽ അതൊരു വലിയൊരു ചോദ്യമാണല്ലോ. വലിയ ചോദ്യമാണ്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് അമേരിക്ക നടക്കുന്നത് നമ്മൾ ഈ ഇലക്ഷൻ എന്ന ഒരു പരിപാടി നടക്കുന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധത്തിനകത്ത് അമേരിക്കൻ ജനതയുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് യുദ്ധം നടത്തണമെന്ന് തീരുമാനിക്കുന്നതിനകത്ത് ഈ അമേരിക്കൻ ജനതയുടെ പങ്ക് എന്താണ്? അവരോട് ചോദിച്ചിട്ടല്ലോ, എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. ജനത പലതും പറയാം, മേ ബി ഡിവൈഡ് ഒപ്പീനിയൻ ആയിരിക്കാം. ഒരു ഇലക്ഷനിൽ ജയിപ്പിച്ചു വിട്ടുന്നതിനപ്പുറത്തേക്ക് ആ ജനത ഇതിനകത്ത് എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്ന് മാത്രമല്ല, കോൺഗ്രസിനോട് ചോദിച്ചിട്ടുണ്ടോ? യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ നിയമം അനുസരിച്ച് വേറൊരു രാജ്യം വന്ന് ആക്രമിക്കുമെന്ന് അതിഭയങ്കരമായ ഉറപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പ്രസിഡന്റ് അങ്ങനെ തീരുമാനമെടുക്കാനുള്ളത്. അത് കെന്റ് രാജിവെച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കെന്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇറാൻ ആക്രമിക്കും ഒരു ത്രെട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പ്രതിരോധ ഉപദേഷ്ടാവായിട്ടുള്ള കെന്റ് തന്നെ പറയുന്നത്. അതേ രാജിവെച്ചു. ഈ ഇങ്ങനത്തെ യുദ്ധത്തിനകത്ത് ഒരു ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് വാസ്തവത്തിൽ ഈ
തീരുമാനങ്ങൾ ട്രംപിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ളതാണ് കെന്റ് പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ജനതയ്ക്ക് ഒരു പങ്കുമില്ല. ഈ പറയുന്ന ഒരു 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 ഇടയ്ക്ക് ഞാനൊരു കണ്ടായിരുന്നു, ഒരു സ്ത്രീ പറയുന്നത് അവിടുത്തെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്നുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു മാസം 2 മില്യൺ ഡോളറാണ് വേണ്ടി വരുന്നത്. നിങ്ങൾ ഒരു ദിവസം ഈ പറയുന്ന 2 ബില്യൺ ഡോളറാണ് യുദ്ധത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഇതുവരെ 200 ബില്യണാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്രയും കാലം കൊണ്ട് ഇവിടെ 26 ദിവസം കൊണ്ട് 20 ബില്യണാണ് ചിലവഴിച്ചത്. ഇതിൻ്റെ വളരെ തുച്ഛമായ ഒരു പൈസ മതി വാസ്തവത്തിൽ അമേരിക്കക്കാരുടെ, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാനും ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിനുമൊക്കെ, എല്ലാ റിലീഫ് പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഈ പൈസ മതി. പക്ഷേ അത് അവരോടൊന്നും ചോദിക്കാതെ 200 ബില്യൺ ഡോളർ ഈ യുദ്ധത്തിന് വേണ്ടി ഈ സമയത്തിനകം ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനർത്ഥം എന്താണ്? അപ്പോൾ ഇത് ഇവർക്ക് വേണ്ടിയിട്ടല്ല. സോ എൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോക്കസ് ഇത്രയേ ഉള്ളൂ. ഈ ചർച്ചയ്ക്ക്, ഈ ഒമാൻ്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയ്ക്ക് വന്നിരുന്ന വിഷയങ്ങളല്ല വാസ്തവത്തിൽ യുദ്ധം തുടങ്ങാനുള്ള കാരണം.